വല്ലാത്ത ഭാരയായിപ്പോയി. എങ്ങനെയുണ്ട് ചായ? എനിക്ക് അന്ന് പറഞ്ഞ തന്നെയാണ് എന്നോട് ഇന്നും പറയാനുള്ളത്. ഈ ഒരു ചായക്കട തുടങ്ങടാ. ടി വി മുറയ്ക്ക് കാണുന്നുണ്ട് തോന്നല്ലോ. ഓ ജമന്തി ചേച്ചിന് എന്നാ വരിക? എത്രയും പെട്ടെന്ന് വിളിച്ചോണ്ട് വരണമെന്നാണ് എൻ്റെ ആഗ്രഹം. വേറെ ഒന്നും കൊണ്ടല്ല, അല്ലെ ഈ അടുക്കള ജോലി കൂടി ഞാൻ ചെയ്യേണ്ടി വരും. ഞങ്ങൾ ഇന്നെങ്ങനെ പെട്ടട്ടി പോവോ? ആളിന് ആളായിട്ടിരിക്കട്ടെ. കാരണം വെച്ചാൽ ഈ പറയുമ്പോൾ ഒന്നുമില്ലെങ്കിലും ജമന്തിയുടെ അച്ഛൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കവിടെ ഒരാളുണ്ടല്ലോ. എന്നാലും ഈ ഇടയ്ക്കിടയ്ക്ക് ഈ വലിവ് വേണ്ട ബുദ്ധിമുട്ട് കണ്ടിട്ട് പറഞ്ഞാ. അല്ല, ഇടയ്ക്കേ ഉള്ളത്. ഈ നല്ല തണുപ്പിറങ്ങണ സമയത്തും ആണ് ഈ വലിവ് കൂടുന്നത്. അല്ലാത്ത സമയത്ത് മരത്തിന്റെ വെള്ളം കരിക്കണാണ്. ആളിനൊരാളുള്ളതല്ലേ എപ്പോഴും ഒരു സന്തോഷം നമുക്ക്. അല്ല, ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. പിന്നല്ല, ഈ ഒരു കാര്യം ചെയ്യും, ഉച്ചയ്ക്ക് വരുമ്പോ 2 ബിരിയാണി മേടിച്ചിട്ട് വാ. എന്തോന്ന്? 2 ബിരിയാണി മേടിച്ചിട്ട് ഉച്ചയ്ക്ക് എന്തെങ്കിലും കഴിക്കണ്ടേ? പൈസ തരും. പൈസ? ബിരിയാണിക്ക് പൈസ ഉണ്ട്. 250 രൂപ ആവും. പൈസ ഉണ്ടാ? ഇങ്ങനെയൊക്കെ 2 ദിവസം കഴിഞ്ഞ് വരുമ്പോൾ നമ്മൾ ഓരോ ദിവസം ഇങ്ങനെ വെളിയിൽ നിന്ന് മേടിക്കുന്ന അമ്മ പൈസക്ക് പൈസ വേണ്ടേ? മാസം അവസാനം ആകുമ്പോൾ എങ്ങനെയെങ്കിലും അത് കൂട്ടി പിടിക്കാൻ ഞാൻ പെടുന്ന പാട്. ഇവിടുത്തെ കാര്യം മാത്രമല്ലല്ലോ, അപ്പുറത്തെ കാര്യമില്ലേ? എടാ പിന്നെ പട്ടിണി കിടക്കാൻ പറ്റുമോ? പട്ടിണി കിടക്കണ്ട. അകത്ത് അരി സാധനങ്ങളൊക്കെ ഇരിപ്പുണ്ട്. ഒരു കലം എടുത്ത് വയ്ക്കുക, അതിൽ കുറച്ച് വെള്ളം ഒഴിക്കുക, അത് തിളച്ച് വരുന്ന സമയത്ത് അരി കഴുകിയിട്ട് അതിനകത്തിടുക. നീ എന്നെ പഠിപ്പിച്ചിട്ട് വേണം. വീട്ടിലത് ചെയ്ത് മടുത്തിട്ടാണ് 4 ദിവസം ഇവിടെ വന്നിരിക്കാച്ചിട്ട് വരുന്നത്. അപ്പൊ ഇവിടെ എനിക്ക് കഞ്ഞു വെപ്പോ? ആ 4 ദിവസം 2 ദിവസം ചെയ്താൽ നാളെ മറ്റന്നാളായിരിക്കും വരുന്നുള്ളൂല്ലോ. പാട് തന്നെ ജോലി ചെയ്യാനായിട്ട്. ഇനിയിപ്പോൾ അല്ലെങ്കിൽ പിന്നെ ഞാൻ ഇതെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി ജോലിക്ക് പോകാനായിട്ട്. ഞാൻ വെച്ചോളാം. അന്ന് കഴിഞ്ഞാൽ കുറ്റം പറയാഞ്ഞാൽ മതി. വല്ല കഞ്ഞി ചമ്മന്തി എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാം. ഞാൻ കഴിച്ചിട്ട് പറയാം. ഇത് തന്നെ എനിക്കും പറയാനുള്ളത്. അമ്മ ഒരു ഹോട്ടൽ തുടങ്ങിയാൽ എൻ്റെ ബിരിയാണി മേടിച്ചു കൊണ്ടുവരാൻ പോകുമ്പോൾ അവൻ്റെ ബുദ്ധിമുട്ട്. എന്തോക്കളെ എന്തേ? ഡാഡി വിളിക്കണം. വേണ്ട, ഞാൻ ചായ കുടിച്ചു എന്ന് പറ. ഭക്ഷണം കഴിക്കാൻ പിന്നെ വരാം. അല്ല, ഡാഡിക്ക് എന്തോ പറയാണ്ടെന്നോ എന്തോന്നാ. അവനോട് ഇങ്ങോട്ട് വരാൻ പറ. ഡാഡി അവിടെ എന്തോ വയസ്സായില്ലേ? വയസ്സായില്ല അവൻ. അവന്റെ ഈ പടി കയറുമ്പോ അവന്റെ തടി അണങ്ങിയാലോ. ഞാൻ പോയിട്ട് വരാം. പോയിട്ട് വരണം. അവിടെ പോയി ഇരുന്നിട്ട് ഉച്ചവരെ അവിടെ ഇരുന്നിട്ട് ഇനി അവിടെ നിന്ന് വല്ലതും കഴിക്കാനുള്ള പരിപാടിയാണെങ്കിൽ ഞാൻ ഉച്ചയ്ക്ക് ഉടനെ ആയി പോകും. മര്യാദയ്ക്ക് ഒന്ന് കഞ്ഞി വെച്ചോളാം. ഞാൻ കുളിച്ചിട്ട് വരുമ്പോഴത്തേക്ക്. അമ്മ അവിടെ ഉണ്ടായിരുന്ന? ഞാൻ കുറച്ചു നേരം ഞാൻ ലേറ്റസ്റ്റിന്റെ അടുത്തൊരു കാര്യം സംസാരിക്കാൻ വന്നത്. ശരി ശരി മോളെ. ഇങ്ങനെ പത്രത്തിലൊക്കെ ഓരോ വാർത്തകളും ഒക്കെ കണ്ടിട്ട് ഇങ്ങനെ നമ്മുടെ നാടിന്റെ അവസ്ഥയെക്കുറിച്ചും ഒരു പ്രളയം വന്നപ്പോഴേ അമ്മാവാ എന്റെ സാമ്പത്തിക ഘടന തന്നെ ആകെ ഇതായിപ്പോയില്ലേ. അതൊക്കെ ഇനി നേരെയാവും. അതിന് ജനങ്ങൾ സഹായിക്കുന്നുണ്ട്. മന്ത്രിസഭ നന്നായി കണഞ്ഞ് ശ്രമിക്കുന്നുണ്ട്. അതിനൊക്കെ സമയം എടുക്കും. നമ്മള് സത്യം പറഞ്ഞ ഓരോ ദിവസവും ഇവിടത്തെ തന്നെ സാമ്പത്തികം ആലോചിച്ച് എന്ത് ബുദ്ധിമുട്ടിലാണ് നമ്മൾ മുമ്പോട്ട് പോണത്. എവള് തന്നെ കാലം നനക്കിട്ട് എത്ര ദിവസമായി മെഷീൻ ചവിട്ടിട്ട്. ഇത് എന്താ സംഗതി എന്ന് വെച്ചപ്പോ നമ്മളെ പോലെയുള്ള സാധാരണക്കാര് ഇച്ചിരി ഇല്ലാത്ത വരുമാനം നോക്കിയിരുന്നിട്ട് കാര്യമില്ല. എന്തെങ്കിലും സൈഡ് ബിസിനസ് ഒക്കെ വേണം. ഞാൻ നോക്കിയിട്ടില്ല. ആ രാഗിണിക്കൊക്കെ പച്ചക്കറി കടയൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാൽ അമ്മ ഇപ്പൊ ഇവിടുത്തെ കാര്യം നോക്ക്. തയ്ക്കാൻ ആരെങ്കിലും ഒരു തുണി കൊണ്ടുവന്നിട്ട് ദിവസം അത്രയായി. എന്താ പൈസ വേണ്ട ഒരു തുണി വാങ്ങാൻ? അതുപോലെ എല്ലാ മേഖലയിലും ആരെങ്കിലും പൈസയില്ല. ആൾക്കാർ ആത്മഹത്യയെ കുറിച്ചൊക്കെ ചിന്തിക്കണം. നമുക്ക് ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാടക മാത്രം കൊടുക്കണ്ടാത്തുള്ളൂ. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ നമ്മൾ പുറത്തുനിന്ന് മേടിക്കണ്ടേ. കൊച്ചിന്റെ ഫീസ്, വണ്ടിക്കാശ്. എന്റെ പൊന്നെ, എന്താണത്? ഭയങ്കര അത്ഭുതമായാലോ. എവിടെ നോക്കിയാലും കാശില്ലായ്മ, ദാരിദ്ര്യം. ഞാൻ ആ കനകനോട് 2 ബിരിയാണി മേടിച്ചോണ്ടിരാൻ പറഞ്ഞു. അപ്പൊ തുടങ്ങിയല്ലോ. കാശില്ല, കഷ്ടാണ്, വേറെന്തെങ്കിലും തുടങ്ങണം, ബുദ്ധിമുട്ടാണ്. ഇപ്പൊ അത് അവിടെ വന്നപ്പോ അവന് എന്തിന്റെ കുറവമ്മാവാ? സർക്കാർ ജോലിയുണ്ട്, പിന്നെ പിള്ളേരൊന്നുമില്ല ചെലവാക്കാൻ. പിന്നെ ഭാര്യയ്ക്ക് എന്താ നല്ല സ്ത്രീധനം കൊടുത്തല്ലേ അവനെ ഇങ്ങോട്ട് കെട്ടിച്ചു വിട്ടത്. അല്ല, അതെന്തൊക്കെ ചിട്ട് കൂടിയതിൻ്റെ ഉണ്ട്, ലോണിന്റെ അടയ്ക്കണം, പിന്നുള്ള വരുമാനം പോരാ, അതിന് കുറെ പിടിക്കണം, അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകൾ. ബുദ്ധിമുട്ടൊക്കെ അങ്ങനെ കിടക്കാം. പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞിരിക്കാണ്. അമ്മാവൻ നാൾക്ക് ക്ഷീണിച്ച് വരിക കേട്ടോ. മര്യാദക്ക് ഭക്ഷണം കഴിക്കണില്ലേ? ശരീരം സൂക്ഷിക്കണില്ല കേട്ടോ. പ്രായത്തിന്റെ എന്ത് പ്രായം? ഇതിന് മാത്രം പ്രായമായ അമ്മാവന്? കല്യാണം കൂടി കഴിഞ്ഞിട്ടില്ല. ഒരു ഇതില്ല, വെയിലൊന്നുമില്ല, മഴയൊന്നുമില്ല. ഇങ്ങനെ ഇറങ്ങി നടക്കുമ്പോ അമ്മ ഒരു കുട കൊണ്ട് നടക്കണം.
ഈ പ്രായത്തിലേ ഇപ്പോഴത്തെ വെയിലിന്റെ ചൂടറിയാലോ. അതൊക്കെ കൊണ്ടുപോയി അവിടെ ഇവിടെ മറന്നു വെക്കുക. എത്ര കൂടെ ഓക്കെ, തൊലിയൊക്കെ വലിഞ്ഞു കിടക്കി കേട്ടോ. ഞാൻ പറഞ്ഞ നല്ല ഭക്ഷണവും കഴിച്ച് നന്നായിട്ട് ശരീരം നോക്കണം. എന്തെങ്കിലും വന്നു പോയിട്ടുണ്ടെങ്കിൽ അമ്മാവനില്ലെങ്കിൽ അറിയാമല്ലോ എൻ്റെ ഒരു അവസ്ഥ. അതെ, നീ ആവശ്യമില്ലാത്തൊക്കെ പറയല്ലേ. ഞാൻ അമ്മാവനില്ലാത്തതിനെ കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റൂല. എന്താ നിങ്ങൾക്ക് പറ്റി? ഒന്നുമില്ല. പിന്നെ പിന്നെ ഉണ്ടല്ലോ അമ്മാവ അൻസാറിനെ കണ്ടോ? ഞാൻ പോണുണ്ട്. അയ്യോ, അവന്റെ ഒരു പുതിയൊരു ബിസിനസ് സംഭവമായിട്ട് വന്നു കേട്ടോ. നല്ല സംഭവമാണ് കേട്ടോ. എനിക്ക് കേട്ടിട്ട് അത് ഇതായിട്ട് തോന്നുന്നു. മരുന്ന് കച്ചവടമാണോ അതിനെ പിടിപ്പിക്കാനുള്ള? അതൊന്നും അല്ല അമ്മാവ, ഇത് നമ്മള് വലിയ ബിസിനസ്സിലേക്ക് പൈസ ഇടുകയാണ്. ഞാൻ ചോദിച്ചില്ല, നമുക്ക് ഒരാൾക്ക് ആർക്കെങ്കിലും ചെയ്ത് ഏതെങ്കിലും ഒരു ജ്വല്ലറിയുടെ പാർട്ണർ ആവാൻ പറ്റുമോ? പറ്റൂലല്ലോ. അപ്പൊ അങ്ങനത്തെ ഒരു പുതിയ സംരംഭമായിട്ട് ഒരു കമ്പനി വന്നിട്ടുണ്ട്. നമ്മളൊരു 3 ലക്ഷം രൂപ ഈ കമ്പനിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 3 ലക്ഷം രൂപ ഇട്ട് കഴിഞ്ഞാൽ മാസം 30,000 രൂപ വെച്ച് ഈ കമ്പനി നമുക്ക് തിരിച്ച് ലാഭം തരും. അതാണ് അതിന്റെ ബിസിനസ്. അതൊക്കെ കാശുള്ളവർ ചെയ്യട്ടെ, നമ്മളെന്ത് ചെയ്യാനാ? ഈ കാശെന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ എന്തെങ്കിലും സൈഡ് ബിസിനസിന്റെ കാര്യം ഞാൻ ആദ്യം പറഞ്ഞത്. സമ്പാദിച്ചുകൊണ്ട് വെച്ചിട്ട് കാര്യമല്ല. ഇതുപോലെ ഒരു വെള്ളപ്പൊക്കോ പ്രളയമൊക്കെ വന്നാൽ ഉള്ളതെല്ലാം പോയിട്ട് പിന്നെ നമ്മൾ ഉള്ളവർക്കല്ലടാ, നമ്മളില്ലാത്തവരില്ലാത്ത പോലെ ജീവിക്കുക. അല്ല, നമ്മളില്ലാത്തവര് നമുക്ക് ഉള്ളത് വെച്ചിട്ട് അതിൽ നിന്ന് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കണ്ടെത്തണ്ടല്ലോ. അത് വേണം, നമ്മളുള്ളത് വെച്ചിട്ട് കണ്ടെത്തണം. അപ്പോഴേ ഈ ഞങ്ങൾക്ക് ആ ബിസിനസ്സിൽ ചേർന്നാ കൊള്ളാന്നുണ്ട്. പദ്ധതി പറഞ്ഞു കേട്ടപ്പോ എനിക്കും സംഘത്തിനും ഭയങ്കരമായിട്ട് അത് ഇഷ്ടമായി. കേന്ദ്രത്തിലാ, ഡൽഹിയില്. 3 ലക്ഷം റുപ്യ കൊടുക്കണ്ടല്ലേ? അതായത് നമുക്കിപ്പോ നമ്മൾ ഉള്ളവരല്ല എങ്കിൽ പോലും നമ്മുടെ കയ്യിൽ ഉള്ളത് എന്താ വെച്ചാൽ അത് വെച്ചിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി ജീവിച്ച് അവസാനിപ്പിക്കണ്ടേ ഈ ലോകത്ത് വെറുതെ ഇങ്ങനെ. അപ്പോൾ ഈ സംഗതി എന്താ വെച്ച് കഴിഞ്ഞാല്, ഈ നമ്മുടെ ഈ വീടിന്റെ ആധാരം ഉണ്ടല്ലോ. വീടിന്റെ ആധാരമല്ല, നമ്മുടെ. അതെ, ഇപ്പൊ ഒരു ഓഹരി നമുക്കുണ്ടല്ലോ. അതിന്റെ ഒരു ഓഹരിയുടെ ഒരു ഇത് തന്നു കഴിഞ്ഞാല് ഞങ്ങൾക്കത് ബാങ്കില് ലോൺ വെച്ച് എടുത്താൽ ഒരു 3 ലക്ഷം രൂപ ഈ കമ്പനിയിൽ ഇട്ട് കഴിഞ്ഞാൽ മാസം ഒരു ഇത് കിട്ടും. പിന്നെ ഒരു കുറച്ച് മാസം കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചെടുക്കാം ഇത്. അതെല്ലേ? പിന്നെ ലാഭം 2 കൊല്ലം കൊണ്ട് ആ കട തീരും. ഇതിപ്പോ ചേച്ചി നിന്റെ പേർക്ക് തന്ന ആ ആധാരം പണയം വെച്ചിട്ട് നമുക്ക് 3 ലക്ഷം എടുത്തിട്ട് ഈ രജിസ്റ്റർ ചെയ്ത കമ്പനിയിലെ കൊടുക്കാം അല്ലേ? അത് നടക്കില്ല. 25 കൊല്ലം പട്ടാളക്കാരുടെ കൂടെ ജീവിച്ച ഉറച്ച മനസ്സാ. ചേച്ചിയുടെ കാലം കഴിയാണ്ടെന്ന് ഇത് ഭാഗം വെക്കല് നടക്കില്ല മോനെ. ചേച്ചിയുടെ പിറ്റകാലം 2 ആൾക്ക് എടുത്തോളാൻ പറഞ്ഞ് എഴുതി വെച്ചേക്കാം. അതുകൊണ്ട് ആ വഴിയങ്ങടെ അടഞ്ഞു. അത് നടക്കില്ല. അപ്പൊ അതുവരെ ഈ മക്കളും മരുമക്കളും കൊച്ചുമക്കളും ഒക്കെ കിടന്ന് കഷ്ടപ്പെടണമെന്നാണ് അമ്മാവൻ പറയണത്. എന്തൊരു നിലപാടാണ് ഇതൊക്കെ. അല്ലെങ്കിൽ ഭാര്യയുടെ സ്ഥലത്തിന്റെ കാശൊക്കെ കിട്ടിയിട്ട് ജീവിക്കാനല്ല ആദ്യം നീ നന്നാവാൻ നോക്കുക. അല്ലാണ്ട് അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വേറെ വഴിയുണ്ട്. ഈ പറയല്ലേ, അമ്മയ്ക്ക് അങ്ങനെ ഒരു പിടിവാശം ഉണ്ടെങ്കിൽ അത് പോട്ടെ. പക്ഷെ അമ്മാവനത് കാണൂല എന്ന് ഞാൻ പറഞ്ഞില്ലേ. എനിക്കറിയാം അമ്മാവൻ അങ്ങനത്തെ ഒരു ചിന്താഗതിക്കാരനല്ല. അല്ല, ഞാൻ എന്തായാലും ചേച്ചിയുടെ പോലെ അങ്ങനെ പിടിവാശിയുള്ള ആളൊന്നല്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പിന്നെ നമുക്ക് അമ്മയെ അങ്ങ് വിടാം. അപ്പോൾ നമ്മുടെ പോസ്റ്റ് ഓഫീസിൻ്റെ അവിടെ ഒരു 5 സെൻറ്റ് കിടക്കുന്നത് അമ്മാവൻ തങ്കത്തിന് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഉണ്ട്. അപ്പോൾ അതിങ്ങനെ തങ്കത്തിന് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അത് കൊണ്ടുവന്ന് ബാങ്കിൽ വെച്ചാൽ ലോണ് കിട്ടും. നമ്മൾക്ക് അങ്ങനെ ഒന്ന് നീയും കൂടെ അമ്മാവ. ഈ ഒരു സാഹചര്യത്തിൽ ഞങ്ങൾ പിന്നെ ആരെയാണ് അമ്മാവ ആശ്രയിക്കാൻ? അല്ല, അതിപ്പോ ഈ കനകനോട് കൂടി ചോദിക്കാണ്ട് നമ്മളത് അമ്മാവ ഇത് എന്തോന്ന് അമ്മാവ, കനകനെ പോലെ ഒരു കുടുംബമായിട്ട് കഴിയണല്ലേ ഞങ്ങള്. അവനെ പോലെ തന്നെയല്ലേ അവന് സർക്കാർ ജോലിയുണ്ട്, ഞങ്ങളെയൊക്കെ. അല്ല, എന്നാലും ഞാൻ അങ്ങനെ തരുന്നൊരു സ്ഥലത്തിന്റെ ആധാരമൊക്കെ പലിശയ്ക്ക് പണയം വെക്കാന്നൊക്കെ പറയുമ്പോഴേ അത് അമ്മാവ് വെച്ചിട്ട് നശിപ്പിക്കുകയല്ലോ. നമ്മൾ അതിൽ നിന്നൊരു ജീവിതമാർഗം കണ്ടെത്താൻ വേണ്ടിയിട്ടല്ലേ. അതിപ്പോ ചേച്ചി പറയണ പോലെ പിറ്റകാലം എഴുതുന്നതല്ലേ നല്ലത്. നമുക്ക് പറയാനും ചോദിക്കാനൊക്കെ ആരെങ്കിലും ഉണ്ട് എന്നുള്ളൊരു ഇതുള്ളതുകൊണ്ടല്ലേ അമ്മാവ നമ്മൾ ചോദിക്കണം. ഇനിയിപ്പോൾ അങ്ങനെയൊക്കെയാണ് അമ്മാവൻ്റെ തീരുമാനമെങ്കിൽ പിന്നെ. അല്ല, കുടുംബം ആരും ഇല്ലാത്തതല്ലേ. അപ്പോ സാരില്ല അമ്മാവ, കുഴപ്പമില്ല. ശരി എന്നാ കേട്ടോ. അമ്മാവ ഒരു നിമിഷം അമ്മാവ, ഞാൻ വേറൊരു കാര്യം, നമ്മൾ ഈ സംഭവം അങ്ങ് മറന്നുതരാം. അത് പോട്ടെ, ഇനിയിപ്പോൾ അമ്മാൻ്റെ താല്പര്യമില്ലേ അത് തന്നെ. അതിപ്പം ഞാനേ ഒരു കാര്യം അമ്മാൻ്റെ അടുത്ത് പറയാൻ വിട്ടുപോയി. നമ്മുടെ പാർട്ടിയിലെ ബാബുക്കുട്ടനല്ലേ, ബാബുക്കുട്ടൻ 2 ദിവസം മുമ്പ് എന്നോട് കാര്യം പറഞ്ഞായിരുന്നു. ബാബുക്കുട്ടൻ്റെ വീട്ടിൻ്റെ അടുത്ത് ഒരു പെങ്കൊച്ചുണ്ടേ. ആൾക്ക് ഇച്ചിരി ചൊവ്വാ ദോഷമൊക്കെ ഉള്ള കുട്ടിയായതുകൊണ്ട് ഇതുവരെ കല്യാണം നടന്നില്ല. അപ്പോൾ 10-38 വയസ്സായി. അപ്പോൾ ഇപ്പോൾ അതിൻ്റെ സമയം അത് മാറിയിട്ടുണ്ട്. അപ്പോൾ അതിനിങ്ങനെ ഒരു കല്യാണം എത്രയും പെട്ടെന്ന് നടത്തണമെന്ന് അതിൻ്റെ ആങ്ങളയ്ക്ക് താല്പര്യമുണ്ട്. എടീ, നമ്മളെ ബാബുക്കുട്ടനല്ലേ പാർട്ടിയിലെ, അവൻ്റെ വീടിൻ്റെ അടുത്ത് ഒരു പെങ്കൊച്ച് ചൊവ്വാ ദോഷമുള്ള.
അപ്പോൾ അവർക്ക് ഉടനെ കിട്ടിക്കണം. ഞാനിങ്ങനെ അമ്മാവൻ്റെ കാര്യം ഇങ്ങനെ വെറുതെ ഇങ്ങനെ സൂചിപ്പിച്ചപ്പോൾ അവർക്ക് ഒരു താല്പര്യം പറഞ്ഞു. പെണ്ണ് നല്ല കിളി പോലത്തെ പെണ്ണാണ് കേട്ടോ. ഫോട്ടോ എനിക്ക് ബാബുക്കുട്ടൻ മൊബൈലിൽ കാണിച്ചു. അതൊന്നും വേണ്ട. നല്ല കാലത്ത് ഇങ്ങനെ കല്യാണം കഴിക്കണം എന്നൊരു ആഗ്രഹവും പൂതിയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊക്കെ പ്രായമായില്ലേ, ഇനിയിപ്പോ അതൊന്നും അല്ല, വേറൊരു കാര്യമുണ്ട്. ഞാൻ ചോദിച്ചപ്പം അമ്മാവൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ആ പെങ്കൊച്ച് പറഞ്ഞു പ്രായമുള്ളവരെ കുഴപ്പമില്ല, സമാധാനമുണ്ട്, ഇപ്പോഴത്തെ പുതിയ തലമുറയൊന്നും വിശ്വസിക്കാൻ പറ്റും. അമ്മാവനെ ഇവിടെ ഇരുന്നേ അതിനെ കുറിച്ച് ആലോചിച്ചിട്ട് പോയാൽ മതി. അത് നമുക്ക് സംസാരിക്കാലോ. അതെ, കല്യാണത്തിന് ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ സംസാരിച്ചോളാം. അമ്മാവൻ്റെ താല്പര്യം ഉണ്ടോ എന്താണുള്ളത് എനിക്ക് അറിഞ്ഞാൽ മതി. പിന്നെ പെങ്കൊച്ചിനെ സംബന്ധിച്ച് ഒരു ദോഷവും പറയാനില്ല. നല്ല സ്വഭാവം, അത്യാവശ്യം കുറേ ടൈപ്പ് റൈറ്റിംഗ്, മറ്റേ എന്താ കമ്പ്യൂട്ടർ എന്തൊക്കെ കുറേ പഠിപ്പുമുണ്ട്. നല്ല കാര്യമാണ്. നടക്കണമെങ്കിൽ നടക്കട്ടെ. അമ്മേനോടൊന്ന് പറയില്ലെങ്കിൽ ഞങ്ങൾ പറയാം. അമ്മാവന് താല്പര്യം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് പറഞ്ഞാൽ മതി. താല്പര്യമൊക്കെ ഉണ്ട് അമ്മാവന്. നിങ്ങൾ എന്താ പറയുക? അമ്മാവൻ ഇങ്ങനെ താല്പര്യമില്ലാതിരുന്നാൽ പിന്നെ ഇനിയിപ്പോൾ ഞാൻ എന്ത് പറയാനാണ്? അല്ല, വെളുത്ത കുട്ടിയാ, വെളുത്ത കുട്ടിയാണ് എന്ന് പറഞ്ഞാൽ കറുത്തായാലെന്താ കുഴപ്പം? അല്ല, നീ എന്താ സുന്ദരിയില്ലേ? എള്ളക്കാളും നിറമുണ്ട്, തങ്കത്തിനേക്കാളും നിറമുണ്ട്. പിന്നെ ഫോട്ടോ ഉണ്ട്, പിന്നെ ഫോട്ടോ മൊബൈൽ കുഴപ്പമില്ല. എന്റെ പ്രായമുള്ള ആള് മതി എന്ന് പറഞ്ഞു അല്ലേ? അമ്മാവാ, ഇപ്പോഴത്തെ ചെറുപ്പക്കാരന്മാരുടെയൊക്കെ രീതികൾ കണ്ടില്ലേ? കള്ളും കുടിച്ച് അവിടെ ഇവിടെ ശ്രദ്ധയില്ലാതെ. അപ്പോൾ പ്രായവും പക്വതയ്ക്ക് ഉത്തരവാദിത്തമുള്ള ഒരാളാകുമ്പോൾ അവർക്ക് താല്പര്യമുണ്ട്. അതുകൊണ്ടാണ് മനു ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. ഞാൻ ബാബുക്കുട്ടിനോട് പറയാന്ന് പറഞ്ഞിട്ടുണ്ട് 2 ദിവസം. അല്ല, നിങ്ങൾക്കൊക്കെ താല്പര്യമാണെങ്കിൽ, അല്ല നിങ്ങൾക്ക് താല്പര്യമാണെങ്കിൽ, നിങ്ങൾക്കൊക്കെ അമ്മാവന്റെ കാര്യത്തിൽ ഒരു ശ്രദ്ധ ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊക്കെ വേണമെങ്കിൽ. അതെ, വേണമെങ്കിൽ വേണമെന്ന് പറ. ഇങ്ങനെ ഉരുണ്ട് കളിക്കണ്ട. ചുമ്മാ 2 വെള്ളത്തിൽ വേണമെന്നുണ്ട് മനസ്സില്. ഞാനതൊക്കെ ഞാൻ ഇത് പക്ഷെ ക്ലീറ്റ് അമ്മേനോട് എന്നാ പറയേണ്ടത് ആദ്യം. നീ അമ്മയോട് നീ പറഞ്ഞാൽ മതി. എന്നോട് പറയുന്നില്ല. അത് വേണ്ട ചേച്ചി, പറയണ്ട, കളിയൊക്കെ ഉള്ളൂ. നമ്മൾ പോയി കണ്ടിട്ടൊക്കെ ശരിയായതിന്റെ ശേഷം ചേച്ചിയോട് പറഞ്ഞു. പിന്നെ അത് മതി. ഇനി അമ്മാവൻ അങ്ങനെ ഒരു നാണക്കെട്ടതുകൊണ്ട് ഒരു കാര്യം, നമുക്ക് 2 ദിവസത്തിനകത്ത് തന്നെ നമുക്ക് പോയി ഒന്ന് കാണാം. കണ്ടിട്ട് എല്ലാം ഓക്കെ ആവണമെങ്കിൽ ബാക്കി എല്ലാവരെയും അറിയിക്കാം. ഞാനേ അൻസാറിനെ വിളിച്ചിട്ട് മറ്റേത് നടക്കൂലെന്നൊന്ന് പറയാം. അൻസാറിനെ വിളിക്കാൻ പറ്റട്ടെ? എന്താ അമ്മാവ്, ഇത് എത്ര കൊടുക്കണമെന്നാ പറഞ്ഞത്? അത് 3 ലക്ഷം രൂപയുടെ ബിസിനസ്സാണ്. അത് വേണ്ട നമുക്ക് ഇനിയിപ്പം. നീ അതല്ല നഷ്ടം വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അതാദ്യാവും. അല്ല, റഷീദ കമ്പനി അല്ലേ? 3 ലക്ഷം കൊടുക്കുമ്പോൾ നമുക്ക് മാസം മാസം ഇന്ന് 30,000 രൂപ വെച്ച് കമ്പനി നമുക്ക് തരും. എന്നാ പിന്നെ തങ്കത്തിന്റെ പേർക്ക് ഞാനത് എഴുതി തരാം. കാരണം എൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളിങ്ങനെ ശ്രമിക്കുമ്പോൾ എൻ്റെ കുട്ടികൾക്ക് വേണ്ടി ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ? ഞാൻ അതിൽ 2-3 കൊല്ലത്തെ കരടച്ചിട്ടില്ല. ഞാൻ നാളെ തന്നെ പോയിട്ട് അതൊക്കെ ഒന്ന് അടച്ചേ ശരിയാക്കിയിട്ട് എഴുതാനുള്ള ഏർപ്പാടാക്കിയിട്ട് വേറൊന്നുമില്ല. ഈ ബിസിനസ് ഒന്ന് ചാലുവായി കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചു തരും പൈസ. ഇതിന്റെ മക്കൾക്കുള്ള തന്നെ, അതൊന്നും പേടിക്കണ്ട കേട്ടോ. വരുന്നടാ, എന്റെ ഹെൽമെറ്റ് ഇവിടെ എങ്ങനെ ഉണ്ടാ? ഇവിടെ നീ ഇന്നലെ ഓഫീസ് വെച്ചിട്ടില്ല ഒന്ന്? വല്ലാത്ത പണികളാണ് ഉണ്ടാക്കി വെച്ചേക്കണത്. അമ്മാവനാണെങ്കിൽ പോയിട്ട് ഇനി അവിടെ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കും. ഇതിപ്പോൾ എടുത്തു തരാൻ ആളുമില്ല. ഓരോ ശീലങ്ങൾ ഉണ്ടാക്കി വെച്ചാലോ കുഴപ്പമില്ല. എന്ത് പറ്റിയടാ? അവളും അമ്മയും കൂടെ അവൾ അച്ഛൻ്റെ അടുത്തോട്ട് പോയി. പുള്ളിക്ക് വലിവ് തുടങ്ങി. പുള്ളിയുടെ വലിവൊക്കെ ഉണ്ടല്ലോ. ഈ വണ്ടി കിട്ടിയാൽ ഞാൻ എന്നോ രക്ഷപ്പെട്ടു തന്നെ. ഇത് മൈലേജ് ആയിരിക്കടാ. ഇത് അടയ്ക്കണോ? വരുമോ ഇപ്പൊ? ഈ പോയോ? ഇതാ വരുന്നു. പോയില്ലേ? പോണ്. അതന്നെ. അടുക്കള വലിയൊക്കെ അമ്മക. പിന്നെ അമ്മ ഉണ്ടല്ലോ സഹായത്തിന്, അതുകൊണ്ട് പിന്നെ പേടിക്കാനില്ല. രാവിലെ ചായ ഇട്ടെടുത്താണ്. വിട്ടോ. എന്തായി ചർച്ചയൊക്കെ? എന്തിനാ വിളിച്ചേ? അതൊന്നുമില്ലടാ. അവിടെ റോഡ് സൈഡിലുള്ള 5 സെന്റ് സ്ഥലം ഉണ്ടല്ലോ എൻ്റെ. ഞാൻ വയസ്സെൻ്റെ പിറ്റേ കാലം തങ്കത്തിന് കൊടുക്കാന്ന് പറഞ്ഞു വെച്ച സ്ഥലേ, അതൊന്നും ഇപ്പൊ റേഷ് ചെയ്ത് കൊടുക്കുമോന്ന് ചോദിക്കുക. എന്താ അവർക്കൊരു 3 ലക്ഷം ഉറുപ്പിയുടെ ആവശ്യമുണ്ട്. അതിപ്പോ പെട്ടെന്ന് എവിടെ നിന്നും കിട്ടൂല. 3 ലക്ഷം രൂപ? എന്താ അൻസാർ എന്തോ ഒരു ബിസിനസിന്റെ കാര്യം പറഞ്ഞുന്നോ? 3 ലക്ഷം ഇപ്പം മുടക്കിയ ഒരു കൊല്ലത്തിന്റെ ഉള്ളിൽ 10 ലക്ഷം ഉറുപ്പ് കിട്ടുന്ന എന്തൊക്കെ പറഞ്ഞോട്ടെ. അത് ഇറക്കി കഴിഞ്ഞാൽ അതിന്റെ എന്തോ ടെസ്റ്റ് ആയിട്ട് ഇങ്ങനെ ഉപ്പ് വെച്ച് കിട്ടുന്ന എന്തൊക്കെ പറഞ്ഞു. തലയൊക്കെ നിറച്ചില്ലേ? എന്നും പത്രം വായിക്കുന്നല്ലേ? ഈ ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ പോയി എടുത്ത് ചാടണോ? അത് ഞാൻ ചോദിച്ചത്. അപ്പൊ എന്തോ റേഷ് ചെയ്ത കമ്പനിയാണ്, തട്ടിപ്പല്ല, അവനും കൂടുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അതിന് ഗുണമുള്ളതാണെങ്കിൽ ഈ കുറുക്കോയിലൂടെ പോകാതെ ഒരിക്കലും ഇരട്ടിപ്പ് പൈസ കിട്ടൂല. അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസ കണക്ക് ഒരിക്കലും ഒരു പൈസ മുതലാവില്ല. നമുക്ക് ഉള്ള കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ. അല്ല, അത് ബിസിനസ്സിൽ പാർട്ണർ ആവുകയാണ് തോന്നുന്നു. അങ്ങനെ എന്തൊക്കെയാണ്. അരമാവന അല്ല, അവൻ അവരുടെ ഭാഗത്ത് ഇത് വിൽക്കാൻ വേണം.
ഇപ്പം അവർക്കൊരു ഗുണമാണെങ്കിൽ എന്തായാലും എപ്പോഴായാലും കൊടുക്കണം, അങ്ങോട്ട് കൊടുത്താലോ എന്നൊരു. അതൊക്കെ അമ്മാവൻ്റെ ഇഷ്ടം. അല്ല പിന്നെ അത് മാത്രമല്ല, എൻ്റെ കാര്യത്തിൽ ഒരു പ്രത്യേക ശ്രദ്ധ ഉണ്ടാവും. ഞാൻ എങ്ങനെ വളരണം നോക്കണം, പിന്നെ വയ്യാണ്ട് കിടന്നാലൊക്കെ നോക്കേണ്ടവർ നിങ്ങളൊക്കെ അല്ലടാ. അപ്പോൾ അവൻ അങ്ങനെയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് എന്നോടൊരു പ്രത്യേക താല്പര്യമൊക്കെയുള്ള സ്ഥിതിക്ക് ഞാൻ അതങ്ങോട്ട് കൊടുക്കാൻ തീരുമാനിച്ചു. ആ അപ്പോൾ ഈ ഗ്ലാസ് എടുത്ത് വെക്കാൻ എനിക്ക് പറ്റില്ല, ഞാൻ എന്നെ എടുത്ത് കഴിയുക. അവനെ ക്ലാസ് അവനെ കഴിയാ മതി. കഞ്ഞി മറന്നുമല്ലേ? വെച്ചേക്കാം. ആ ഇന്നത്തേക്ക് മതി, നാളത്തെ പഴക്കഞ്ഞി കുടിക്കാൻ ഞാനില്ല. അല്ല ക്ലീറ്റസ് ആണ് ഏർപ്പാടാക്കണേ അല്ലേ? അല്ല അവൻ എന്തെങ്കിലും കൂടായ്പല്ലോ പറഞ്ഞിട്ടുണ്ടാവല്ലേ? ഉറപ്പല്ലേ ക്ലീറ്റസ് അല്ലേ? അല്ല സാധാരണ ആർത്ത ഈ കുപ്പിയേക്കാത്ത മനുഷ്യനാ. ഇപ്പൊ എങ്ങനെയാണെന്ന് അറിയാൻ എടുത്ത് കൊടുക്കാൻ പോണം. എടാ ആ സ്വത്ത് കൊടുക്കുക എന്ന് പറയുമ്പോ അപ്പൊ എനക്കെന്താ ഉള്ളത്? എനിക്കെന്തിനാ, നീ വണ്ടി ഇട്. അപ്പൊ നീ പുള്ളിന്റെ മോനല്ലേ? എനിക്ക് സ്വത്ത് എനിക്ക് പിള്ളേരും കൊച്ചൊന്നും ഇല്ലല്ലോ. ഉള്ള അന്തസാരി ജോലിയുണ്ട്, പെൻഷൻ കിട്ടും അവസാനം വരെ. അപ്പൊ പിള്ളേർ ഞങ്ങൾക്ക് ഇനി ഉണ്ടാവില്ലെന്ന് ഉറപ്പിച്ചത്? അതുകൊണ്ടാകുമ്പോൾ നീ വണ്ടി ഇട്. ഒന്ന് ശ്രദ്ധിച്ചിട്ടോ നല്ലതാണ്. അമ്മാവന്റെ സ്വത്ത് അമ്മാവൻ ഇഷ്ടമുള്ളവർക്ക് കൊടുക്കട്ടാ. എന്ത് കാര്യം? തങ്ക ചായയിലെ ഇച്ചിരി ഏലക്കയും കൂടെ ഇട്ടോണേ. ഇച്ചിരി പച്ചമുളകൊക്കെ ഇടട്ടെ. ആ എന്നാ പിന്നെ ഇച്ചിരി മല്ലിപ്പൊടിയും കൂടെ ഇട്ട് രസമാക്കിയിടും, ഉച്ചയ്ക്കും കൂടെ എടുക്കാം. എന്തായാലും അമ്മ ക്ലീറ്റസേ, എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോഴാണ് നമ്മൾ കരടക്കണതിനെ കുറിച്ച് ഓർക്കുള്ളൂ. 3 വർഷത്തെ ഒരുമിച്ച് അങ്ങോട്ട് അടച്ചു. അതല്ലേ ഇനിയിപ്പോൾ ഒരു പ്രശ്നമില്ല. അപ്പോൾ മറ്റൊന്ന് നമുക്ക് രജിസ്റ്റർ ചെയ്യാം. ഞാൻ ആധാരം എഴുതുന്ന ഷാരോടി മാഷോട് പറഞ്ഞിട്ടുണ്ട് എഴുതിയൊക്കെ റെഡിയാക്കാൻ. അപ്പോൾ രാവിലെ നേരത്തെ നമ്മൾ രണ്ടാളും കൂടി അങ്ങോട്ട് പോണു. സമയമാകുമ്പോൾ ഇവിടെ വിളിച്ചാൽ മതി, ഇവിടെ ഒരു ഓട്ടോയിൽ അങ്ങോട്ട് വന്നാൽ മതി. ഒപ്പിടാൻ വന്നാൽ മതിയല്ലോ കേട്ടോ? സന്തോഷമായില്ലേ അപ്പോൾ? അല്ലടാ പിന്നെ നീ പറഞ്ഞില്ലേ ആ ബാബുകുട്ടൻ്റെ വീടിൻ്റെ അടുത്ത് പെൺകുട്ടികളുടെ കാര്യം? നാളെ പോവാന്നല്ലേ പറഞ്ഞു. അപ്പൊ ഒരു 10 മണിയാകുമ്പോഴേക്ക് എത്താൻ. ഞാൻ അത് പറയാൻ വിട്ടുപോയി. ബാബുക്കുട്ടനെ വിളിച്ചിരുന്നു. നാളെ അവർക്ക് കുടുംബത്തിലെന്തോ ചെറിയൊരു കല്യാണം എന്തോ പരിപാടിയുണ്ട്, അപ്പൊ അവർ കാണില്ല. അപ്പോൾ 2 ദിവസം കൂടെ കഴിഞ്ഞ് നമ്മള് എനിക്ക് തോന്നുന്നു എഴുതാൻ പോണില്ലേ, എഴുതാൻ പോണ അന്നത്തേക്ക് നമുക്ക് മാറ്റാമെന്ന്. അല്ലടാ വേണ്ട, എവിടെ കല്യാണം എന്ന് നമുക്ക് ചുടുവിൽ അന്വേഷിച്ചിട്ടേ ആ കുട്ടി അറിയാണ്ട് നമുക്ക് പോയി നിന്നിട്ടൊന്ന് കാണാം അല്ലേ? എന്നാ പിന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ നമുക്ക് നടത്തിയാൽ മതിയല്ലോ. ഒരു കല്യാണം ഇവിടെ വെച്ചല്ല, കോട്ടയത്ത് വെച്ചാ. കോട്ടയത്തേക്ക് പോടാ. കോട്ടയം വരെ പോയി അത് അവിടെ ചെന്നിട്ട് കാണാൻ പറ്റില്ല. അത് വേണ്ട, നമുക്ക് സമാധാനമായിട്ട് നമ്മൾ എഴുത്ത് പരിപാടി കഴിഞ്ഞ് ഉച്ചയ്ക്ക് ശേഷം ഫ്രീ ആണല്ലോ, എന്നിട്ട് നമുക്ക് പോയി കാണാം. എവിടും വന്നോട്ടെ പറഞ്ഞെങ്കിൽ. നാളെ പോണ്ട. ശരി, അപ്പൊ മറ്റന്നാ അങ്ങനെ പോവാ അല്ലേ? ആ പിന്നല്ലാണ്ട്. ശരി എന്നാ അവിടെ കനേരം ഒറ്റയ്ക്ക് ഞാൻ പോയിട്ട്. ഞാനും കൂടി വന്നോട്ടെ ക്ലീറ്റ. എവിടെ? പെണ്ണ് കാണാൻ പോവാൻ. എന്തിനാണ് ക്ലീറ്റ കൊണ്ടുപോകില്ല എന്ന് പറയരുത് പ്ലീസ്. ഏത് പെണ്ണിനെ കാണാൻ? അമ്മാവന്റെ മറ്റേ ബാബുട്ടന്റെ വീടിന്റെ അടുത്തുള്ളതേ. നിനക്ക് തലയ്ക്ക് വല്ല കുഴപ്പമുണ്ടോ? അതൊക്കെ അവിടെ പെണ്ണുമില്ല, പടക്കോഴിയില്ല, കിളിയില്ല, ഒന്നുമില്ല. ഏത് പെണ്ണ്? പിന്നെ ഇനി ഈ മുതുക്കിനെ കെട്ടിക്കാനായിട്ട് നിൽക്കാൻ പോണത് എനിക്കെന്ത് വട്ടുണ്ടെന്നാ? അത് പറഞ്ഞ വെറുതെ ഒന്നുമല്ല, പറഞ്ഞോട് താൻ വേണ്ട. ഇപ്പൊ ഇതായി മറ്റന്നാ എഴുത്തും നടക്കും. നീ അതുവരെ വായ്പത്തിന് മിണ്ടാതെ നിന്നാ മതി. പൈസ കിട്ടിയാലേ നമ്മുടെ കാര്യങ്ങൾ നടക്കുള്ളൂ. എന്തൊരു ദുഷ്ടതര ക്ലീറ്റോ ചെയ്യണത്. തങ്കം, ഈ വലിയ പുണ്യാളത്തെ ചമയരുത്. പുണ്യാളത്തെ ചമയനല്ല ഇതിനെ ഞങ്ങള് പച്ച മലയാളത്തില് കള്ളത്തരം പിടിച്ചു പറയെന്ന് പറയും. ആയിക്കോട്ടെ. അതെ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, മര്യാദക്ക് ചോദിച്ചാൽ ആരെങ്കിലും തരുവടി? വേണ്ട, ഇങ്ങനെ മനുഷ്യനെ കൊല്ലം. ആ ഒരു കമ്പിപ്പാരെടുത്ത മനുഷ്യനെ കൊല്ലും നിങ്ങളെന്നാ. ഓ പിന്നെ ഇയാളൊക്കെ ഇതും കെട്ടിപ്പിടിച്ച് അവസാനം കാലാകാലം ഞാൻ ചോദിച്ചു, ഇയാളെയൊക്കെ കല്യാണം കഴിപ്പിച്ചാൽ ഈ വീതം നമുക്ക് കിട്ടൂല, അവസാനം ഇതും കൈവിട്ട് പോകും. ഇത് ചുമ്മാ ഇരിക്കും. എനിക്ക് അങ്ങനെ സഹിക്കാൻ പറ്റില്ല, ഞാൻ അമ്മാവനോട് പറയും. തങ്കം, അതെ ഇത് എഴുതി പൈസ മേടിക്കുന്ന വരെ ദൈവം ഇതിന്റെ വായ വെച്ചൊരു മര്യാദയ്ക്ക് ഇരുന്നോണം. ദ്രോഹമാണ് ക്ലീറ്റോ ഇത്. എന്ത് ദ്രോഹം? ഒരു ദ്രോഹമല്ല. പിന്നെ ഈ 70 മക്കത്തിലാണ് ഈ മുതുകിനെ പെണ്ണ് കെട്ടിക്കാൻ പോണത്. ആ മര്യാദയ്ക്ക് നമുക്ക് കാശ് കിട്ടി നമ്മുടെ കാര്യം നടക്കണമെങ്കിൽ ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യേണ്ടി വരും. അല്ല നീ ഒരു വിഷമം വിചാരിക്കണ്ട. എന്തായാലും നിനക്ക് അവകാശപ്പെട്ടത് ഉണ്ടല്ലോ. പത്രം എടുത്തു കഴിഞ്ഞാൽ ഈ അഴിമതി, ഓഹരി തട്ടിപ്പ്, പണയരട്ടിപ്പ്, ഇതൊക്കെ തന്നെ പരിപാടികൾ. ഞാൻ വലിച്ച് കീറിയുണ്ടോ? അടുത്തത് വാളിയാ. അമ്മോ തൊഴിൽദാരമോ, ഈ നരകത്തിൽ നിന്ന് കരകയറാൻ വേണ്ടി പുതിയൊരു മേഖലയിലേക്ക് കാല് വയ്ക്കുകയാണ്. പ്രാർത്ഥിക്കണം, അനുഗ്രഹിക്കണേ. എന്തൊരു ചുമക്കുന്നേ? ഞാൻ ഇന്നലെ പറഞ്ഞ അധികം വെയിൽ കൊള്ളരുത്, ഇതിപ്പോൾ വിയർപ്പ് തലയെത്താന്ന്, അതായി ചുമ. നമുക്ക് പോണ വഴിക്ക് ഡോക്ടറെ കണ്ടിട്ട് അങ്ങോട്ട് പോവാം. പോണ വഴിക്കോ? എങ്ങോട്ട് പോണ വഴിക്ക്? എഴുതാൻ പോണ്ടേ? പരീക്ഷ? ഓ മാറുന്നു കളിക്കുന്ന. നമുക്ക് രജിസ്റ്റർ ഓഫീസിൽ പോണ്ടേ? രജിസ്റ്റർ ഓഫീസിലോ? എന്തിന്? രാഹുകാലത്തിന് മുമ്പ് അവിടെ എത്തണം. കളിക്കല്ലേ, തമാശ കളിക്കല്ലേ സമയം. രജിസ്റ്റർ ഓഫീസിൽ പോയിട്ട് എന്താ എഴുതണേ?
നീ മിണ്ടാതിരിക്കട. എന്താ ഈ ചെക്കന് ഭ്രാന്തുണ്ട്? അമ്മാവനാ തങ്കത്തിന്റെ പേരിൽ 5 സെന്റ് എഴുതി തരാന്ന് പറഞ്ഞല്ലേ, അത് ഇന്നല്ലേ നമ്മൾ എഴുത്ത് വെച്ചേക്കുന്നേ. തങ്കത്തിന്റെ പേരിൽ എഴുതി തരേ? ഞാനോ? അതിനല്ലേ അമ്മാവൻ കുറച്ച് ദിവസം മുമ്പ് കര അടച്ചത്. കരടച്ച അതിനൊന്നല്ല, 3 കൊല്ലമായി കരടച്ചിട്ട്. അപ്പൊ അതൊക്കെ അടച്ചു വെച്ചു, അത് നല്ലല്ലേ? അമ്മാവൻ തമാശ കളിക്കാതെ ഇത് എഴുത്തരാന്ന് പറഞ്ഞിട്ടാ ഞാൻ ഇതിനൊക്കെ ഇറങ്ങി തിരിച്ചേ. ഞാനങ്ങനെ പറയുകയൊക്കെ ചെയ്തു. അപ്പോഴാ കനകം പറഞ്ഞതാ ശരിയെന്ന് ഓർമ്മ വന്നത്. കനകം എന്താ പറഞ്ഞു? ഇപ്പൊ അത് തങ്കത്തിന്റെ പേർക്ക് എഴുതി തന്നാ നീ അതിന്റെ ആധാരം വെച്ചിട്ട് പലിശയ്ക്ക് കാശ് എടുക്കാനല്ലേ, എന്നിട്ട് ബിസിനസ്സിന് ഇറക്കാനല്ലേ. അങ്ങനെ മുതൽ കളയണ്ടെന്ന് തോന്നി. അതെ അമ്മാവാ, ഒരാളെ പറഞ്ഞ് പ്രലോഭിപ്പിച്ച് മോഹിപ്പിച്ചിട്ടേ അവസാനം ഇങ്ങനെ ചതിക്കരുത് കേട്ടോ. ഒരുപാട് പ്രതീക്ഷകൾ എനിക്കുണ്ടായിരുന്നു. എന്റെ പ്രതീക്ഷ തകർത്ത് കളഞ്ഞു കേട്ടോ. ഇതുപോലെ മോഹങ്ങളും പ്രതീക്ഷകളും സ്വപ്നങ്ങളൊക്കെ എനിക്കുണ്ടായിരുന്നടാ. ആയ കാലത്ത് എനിക്ക് കല്യാണം കഴിക്കാൻ പറ്റിയില്ല. പക്ഷെ വയസ്സുകാലത്ത് ഒരു കൂട്ടാവല്ലോ എന്ന് കരുതിയിട്ടാ നീ പറഞ്ഞപ്പോൾ ഞാൻ അതിന് തയ്യാറായത്. എന്നാലും സ്വന്തം കാര്യം നേടാൻ വേണ്ടിയിട്ട് അമ്മാവനെ പറ്റിക്കണ്ടായിരുന്നു. നീ ആ വേക്കൻസിലിനെ കയറി പിടിച്ചോടാ. ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടു. എറണാകുളം. Aliens versus aliens.